വളരെ രുചികരമായിട്ടുള്ള ഒരു മിക്സഡ് വെജിറ്റബിൾ തോരനാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. എങ്ങനെയാണെന്ന് നോക്കി. ക്യാരറ്റ്, ബീൻസ്, ഉള്ളി, പിന്നെ ക്യാബേജ് ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തു, മറ്റ് വെജിറ്റബിൾസ് എല്ലാം തീരെ ചെറുതായി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാനിൽ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നല്ല രുചികരം, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നു. അതിലേക്ക് ഒരു 2 കരിവേപ്പില ചേർത്ത് കൊടുത്തു. 1 ഉണക്കമുളക് മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു കുഞ്ഞ് സവാള, വലുതാണെങ്കിൽ 1 മുറി മതിയാവും, അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. ഒന്ന് സോഫ്റ്റായാൽ മതി ഉള്ളി. ഇനി അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം. ക്യാബേജ്, ബീൻസ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നെയാണെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. ഇതുപോലെ തന്നെ തോരന്. ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീൻസ്, അവരപ്പയർ, എന്ത് വെജിറ്റബിൾസ് ആണെങ്കിലും നമുക്ക് ഇതിനെടുക്കാവുന്നേ ഉള്ളൂ തോരന്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. അരച്ചിട്ടൊന്നുമില്ല, തിരുമ്മിയ അതുപോലെ തന്നെ ചേർത്തിരിക്കുകയാണ്. വളരെ ഈസിയാണ് നമുക്ക് തയ്യാറാക്കാൻ എളുപ്പം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പച്ചമുളക്, നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ 1 മുളക് ഒന്ന് നെടുകെ കീറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം മുളക് പൊടി, 1/4 ടീസ്പൂൺ കഷ്ടിച്ചേ ഉള്ളൂ, മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതിയാകും, അല്ലെ 1 കൈപ്പിടി അളവിന്. വെള്ളം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുന്നതായുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതെല്ലാം കൂടെ മിക്സാക്കി എടുക്കണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ കുറച്ച് വെച്ചിട്ടുണ്ട്, ഇല്ല കരിഞ്ഞു പോകാൻ ഇടയുണ്ട്. അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം നമുക്കിതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. 1-2 പ്രാവശ്യം ഇതുപോലെ ദാവിയിൽ വെന്തുള്ളൂ. ആ വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്തുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനിയും ഒരു അല്പം സമയം കൊണ്ട് നമ്മൾ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തില്ല, ആ വെള്ളം ഒന്ന് വലിയാനായിട്ട് ഒന്നുകൂടെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രാവശ്യം ഇത് വെള്ളക്കി കൊടുത്താൽ മതിയാവും. അതിനുശേഷം നന്നായിട്ട് നിരത്തിയിട്ടിട്ടൊരു മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്ക് ഫ്ലെയിം വയ്ക്കാം. ലോ ടു മീഡിയം ഇടയ്ക്കായിട്ട് വയ്ക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിനകത്ത് ജലാംശം എല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ടുള്ള തോരൻ പോലെ നമുക്ക് തയ്യാറാക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം.